Hello students, welcome to physics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോട്ട് സവാർട്ട് ലോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോറൻസ് ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആയിട്ടുള്ള സൈക്ലോട്രോണും അതുപോലെ തന്നെ നമുക്ക് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ബയോട്ട് സവാർട്ട് ലോ. ബയോട്ട് സവാർട്ട് ലോ യൂസ് ചെയ്യുന്നത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ നിന്നും ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കാനാണ് ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ നമ്മൾ എടുത്താൽ ആ കണ്ടക്ടറിലൂടെ I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. സർക്കുലർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഉള്ള രീതിയിൽ സർക്കുലർ നേച്ചർ ഉള്ള ഒരു കറണ്ട് അവിടെ ഫോം ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സർക്കുലർ ആയിട്ട് ഫോം ചെയ്യുന്ന കറണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കണം. ആ പോയിന്റ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന എലമെന്റിലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു നോൺ ലെങ്ത്, ഈ കണ്ടക്ടറിന്റെ റിയൽ ലെങ്ത് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു നോൺ ലെങ്ത് DL ആണെന്ന് വിചാരിക്കുക. അതായത് ഈ വെച്ചിരിക്കുന്ന കണ്ടക്ടറിലെ ഒരു പോർഷൻ, ഒരു പർട്ടിക്കുലർ ലൈൻ എലമെന്റ് അല്ലെങ്കിൽ ഒരു പോർഷൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ആ പോർഷൻ DL ആണെങ്കിൽ ആ DL മൂലം P എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് DB എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ DL, DB എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സ്മോൾ വാല്യൂസ് ആയതുകൊണ്ടാണ്, സ്മോൾ ലൈൻ എലമെന്റ് അല്ലെങ്കിൽ ലെങ്ത് എലമെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ DL എന്നെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ DB എന്ന് പറയുന്നു. സ്മോൾ ലെങ്ത് DL അല്ലെങ്കിൽ ലൈൻ എലമെന്റ് DL, അതിൽ നിന്ന് ഫോം ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് DB ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ DBയുടെ എക്സ്പ്രഷൻ P എന്ന് പറഞ്ഞ പോയിന്റിൽ ആ DBയിലേക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ അതുമായിട്ടുള്ള ലെങ്ത് ഡിപ്പെൻഡന്റ് ആണല്ലോ. അപ്പോൾ DL എന്ന് പറയുന്ന ലൈൻ എലമെന്റിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള DBയിലേക്കുള്ള ദൂരം, അതായത് Pയും DLും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലായോ? P എന്ന് പറഞ്ഞ പോയിന്റും DL എന്ന് പറയുന്ന ലൈൻ എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്മോൾ r ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഡിസ്റ്റൻസ് സ്മോൾ r ആയിട്ട് എടുക്കുന്നു. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ DLും DBയും തമ്മിൽ, അല്ലെങ്കിൽ DL എന്ന് പറയുന്ന ലൈൻ എലമെന്റും P എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് ഞാൻ എടുത്തു. ആ Rഉം നമ്മുടെ കണ്ടക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾക്ക് കാണാം, ആ ആംഗിൾ തീറ്റയാണ്. ഈ തീറ്റയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് P എന്ന് പറഞ്ഞ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ആ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ബയോട്ട് സവാർട്ട് ലോ അനുസരിച്ച് ഇത്രയും ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റീസ്? DB എന്ന് പറയുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നമുക്കറിയാവുന്ന ലൈൻ എലമെന്റ് DL അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സ്മോൾ പോർഷൻ ഓഫ് കണ്ടക്ടർ DL, ആംഗിൾ തീറ്റ, ഡിസ്റ്റൻസ് R. DB എന്ന് പറയുന്ന അല്ലെങ്കിൽ പോയിന്റ് Pയും നമ്മുടെ ലൈൻ എലമെന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അത് ഒക്കെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. That value, magnetic field DB at a point P, which is directly proportional to the distance, that is R, length of the line element, അതുപോലെ തന്നെ കറണ്ട് I, പിന്നെ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് സൈൻ തീറ്റ. ഇതിലെ ചില ഫാക്ടറുകൾ പ്രൊപ്പോർഷനും ചിലത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനുമാണ്. കറണ്ട് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P is directly proportional to the current I. Current I ക്ക് directly proportional ആണ്. Length of line element DL ന് proportional ആണ്. DB is proportional to DL. DL ന് proportional ആണ്.
ഇനി ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ. ഈ ആംഗിളിന്റെ സൈനിനും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്നെടുക്കാം. അപ്പോൾ നമ്മൾ 4 ഫാക്ടറുകളാണ് പറയുന്നത്. കറണ്ട് ഐ ഡി എല്ലിന് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഡി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. പിന്നെ ഞാൻ പറഞ്ഞു സൈൻ തീറ്റയുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ആംഗിളുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നമുക്ക് അടുത്തതായിട്ട് എഴുതാം. കാരണം ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇതിനെ വെക്ടർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആംഗിളോടെ കൂടി കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഡി ബി എന്ന് പറയുന്നതിന് ഈക്വൽ ടു സൈൻ കൊടുക്കുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവന്നാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു വെക്ടർ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഒരു ഡിസ്റ്റൻസ് ആറും ഡിനോമിനേറ്ററിൽ ഒരു ഡിസ്റ്റൻസ് ആറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു ഡിസ്റ്റൻസ് ആർ ഉണ്ട്. അതിനെ വീണ്ടും നമ്മൾ ഒരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ ആർ ക്യൂബായിട്ട് മാറും. ന്യൂമറേറ്ററിൽ ആറില്ല, അതുകൊണ്ട് ഒരു ആറ് അഡീഷണൽ ആയിട്ട് നമുക്ക് ന്യൂമറേറ്ററിൽ വരും. ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്കൊരു സൈൻ തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇക്വേഷൻ നമ്പർ 4ൽ ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ ക്രോസ് ആർ എന്നാവും അല്ലെ. ഐഡിയൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്നായിട്ട് മാറും. ഈ ഡി എൽ ക്രോസ് ആർ, ഡി എൽ എന്ന് പറയുന്നത് വെക്ടറാണ്, ലൈൻ എലമെന്റ് വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടുത്തെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡി എൽ ക്രോസ് ആർ എന്നുള്ളതിനെ ഡി എൽ ആർ സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലെ. ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് സൈൻ ആക്കി മാറ്റുകയാണെങ്കിൽ ഡി എൽ ആർ സൈൻ തീറ്റ എന്ന് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മുകളിലത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ ആർ ക്യൂബ് എന്നാവും. ഐഡിയൽ ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ ആർ ക്യൂബ് എന്നാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 5ന് പകരം ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നും കാണാം. അതിന് കുഴപ്പമില്ല. വെക്ടർ ആയിട്ട് എഴുതുമ്പോൾ മാത്രമേ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ശരിക്കും ആറിന്റെ ആവശ്യമുള്ളൂ. വെക്ടർ ആയിട്ട് നമ്മൾ എഴുതുന്നില്ലെങ്കിൽ ന്യൂമറേറ്ററിലെ ആറും ഡിനോമിനേറ്ററിലെ ആർ ക്യൂബും തമ്മിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ മാത്രം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ വെക്ടർ അല്ലാതെ വെക്ടർ ഫോമിൽ എഴുതുന്ന സിറ്റുവേഷനിൽ നമ്മൾ എല്ലായ്പ്പോഴും ന്യൂമറേറ്ററിലെ ഈ ആറ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് വെക്ടർ ഫോമിലേക്ക് വരുത്താനുള്ള ഇക്വേഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമുക്ക് റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? ഒരു ഈക്വൽ ടു സൈൻ കൊണ്ടുവരിക. അപ്പോൾ ഈക്വൽ ടു വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. ആ കോൺസ്റ്റന്റ് μ0/4π ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഡി ബി ഈക്വൽ ടു μ0/4π. ഓക്കെ, μ0/4π ഐഡിയൽ ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ ആർ ക്യൂബ് എന്നായിട്ട് മാറും. ഇതിനകത്തെ μ0 എന്ന് പറയുന്നതിനെ നമ്മൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. നമ്മൾ പെർമിറ്റിവിറ്റി കേട്ടിട്ടുണ്ട്, അതുപോലെയുള്ള ക്വാണ്ടിറ്റിയാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു അത് വെക്ടർ അല്ലാത്ത ഫോമിൽ എഴുതുമ്പോൾ ഡി ബി ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഈ μ0 എന്ന് പറയുന്നതിന് നമ്മൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. അതിന്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ പെർ ആംപെയർ എഴുതുന്നതിന് കുഴപ്പമില്ല. അതാണ് μ0യുടെ വാല്യൂ എന്ന് പറയുന്നത്, 4π ഇൻറ്റു 10⁻⁷. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഡി ബി എയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂളും അപ്ലൈ ചെയ്യാം. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഡി ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ല, പകരം അതെന്താണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഡി ബി എന്ന് എഴുതിയിരിക്കുന്നത്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെ നിന്നും ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡി ബിയിൽ നിന്നും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡി ബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കംപ്ലീറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ബയോട്ട് സവാർട്ട് ലോയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് നല്ലപോലെ പഠിക്കണം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് പി which is r distance away from a current carrying conductor is directly proportional to the current, then
it is directly proportional to the length of the line element, directly proportional to the sine of angle, and which is inversely proportional to the square of distance between the conductor and that particular point. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഇക്വേഷൻ നമ്പർ 1, 2, 3 ആ കൂട്ടത്തിൽ സൈൻ തീറ്റ ഇവിടെ എടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും therefore dv is equal to mu0 by 4 pi ideal sin theta by r square എന്ന് കൊടുക്കാം. സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് എലൈറ്റ് ചെയ്ത് തന്ന നോട്ടിലുണ്ട്. ആ സ്റ്റേറ്റ്മെന്റും ആ ഇക്വേഷനുകളും നല്ലപോലെ പഠിക്കുക. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് നിങ്ങൾ ഈ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ഈ ബയോട്ട് സവാർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പോയാൽ നിങ്ങൾ ഇതിനകത്തെ ക്വാണ്ടിറ്റീസ് പലതും വിട്ടുപോകും. ഇതിനകത്ത് പ്രധാനമായിട്ട് 4 ക്വാണ്ടിറ്റീസ് ആവുന്നത് കറണ്ട് ഐ, ലെങ്ത് ഓഫ് ലൈൻ എലമെന്റ് dl, സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ എലമെന്റ് ആൻഡ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, then the distance between the point P to the line element. ഈ 4 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ബയോട്ട് സവാർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റിന് മുമ്പ് തന്നെ ഇക്വേഷൻ ഒന്ന് എഴുതി നല്ലപോലെ പഠിക്കുക. അതായത് ഇക്വേഷൻ ഏതാണ്? dv ഈക്വൽ ടു mu0 by 4 pi ideal sin theta by r square എന്നാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നല്ലപോലെ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഇക്വേഷനിൽ നിന്നും ഡെഫിനേഷൻ ഫോം ചെയ്യാവുന്ന രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ dv പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യാൻ എളുപ്പമാണ്. മാഗ്നറ്റിക് ഫീൽഡ് dv പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്, പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ആംഗിൾ, ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ലൈൻ എലമെന്റ് dl, ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ എലമെന്റ് ആൻഡ് ദ പോയിന്റ് പി. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങൾ നല്ലതുപോലെ ബയോട്ട് സവാർഡ് ലോയിൽ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ബയോട്ട് സവാർഡ് ലോയുടെ ആപ്ലിക്കേഷനാണ്. നമുക്ക് ബയോട്ട് സവാർഡ് ലോയുടെ പ്രധാനമായും ഒരു ആപ്ലിക്കേഷനാണ് പഠിക്കാനുള്ളത്, അത് ഒരു ഡെറിവേഷനുമാണ്. അടുത്തതായിട്ട് നമ്മൾ ബയോട്ട് സവാർഡ് ലോയുടെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ് എന്നാണ് ഇതിന്റെ ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത്. ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ളതുമാണ്. ഇവിടെ നമ്മൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ, നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിന്റെ റേഡിയസ് എ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എ ആണെന്ന് വിചാരിക്കാം. ആ കണ്ടക്ടറിന്റെ സെന്റർ ആക്സിസിന്റെ, അതായത് ഇതൊരു ശരിക്കും ഒരു സർക്കുലർ ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ എൻ പാർട്ടുകൾ റിമൂവ് ചെയ്തു. അപ്പോൾ അതിന്റെ സെന്റർ ഓയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെന്റർ ഓയിൽ നിന്നുള്ള ആക്സിസ് ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ കാണുന്നത് പോലെ ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അതിന്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ എടുത്താൽ അതിന് ചുറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഫോം ചെയ്യും. നിങ്ങളിത് കണ്ടിട്ടുള്ളതായിരിക്കാം, 9th 10th നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ലൂപ്പിൽ നിന്നും നമ്മൾ ഇതിന്റെ സെന്റർ ആക്സിസിൽ, ഇപ്പം ഇതാണ് ലൂപ്പിന്റെ പ്ലെയിന്, ആ പ്ലെയിൻ നിങ്ങളിപ്പോൾ കാണുന്നതാണ് പ്ലെയിൻ. ആ പ്ലെയിനിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിൽ ഉള്ള ഒരു പോയിന്റ് പി നമ്മൾ എടുത്താൽ, ഇതാണ് പോയിന്റ് പി. ആ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അതിന്റെ പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ്, ഈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണെന്നും ഈ ലൂപ്പിന്റെ അപ്പർ പാർട്ടിലുള്ള ഒരു സ്മോൾ എലമെന്റ് ആണ് ഡി എൽ എന്ന് എടുക്കുക. ഒരു സ്മോൾ ലൈൻ എലമെന്റ് ആണ് ഡി എൽ എന്ന് എടുക്കുക. അപ്പോൾ ഡി എൽ പോലെ തന്നെ വേറൊരു ലൈൻ എലമെന്റ് താഴെയും കാണും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഡി എൽ മൂലം പിയിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി എന്ന് നമ്മൾ ഇമാജിൻ ചെയ്താൽ, ഡി എൽ എന്ന് പറയുന്ന സ്മോൾ എലമെന്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി എല്ലും പിയും തമ്മിൽ യോജിപ്പിക്കണം. അങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ ആർ എന്നെടുക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി എൽ ആൻഡ് പി ഈസ് ടേക്കൺ ആസ് സ്മോൾ ആർ. അപ്പൊ ആർ ആണ് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ഡി എൽ പോലെ തന്നെ ഒരു ലൈൻ എലമെന്റ് അതിന്റെ നേരെ ബോട്ടം പാർട്ടിൽ അല്ലെങ്കിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് കാണും താഴ്ഭാഗത്ത്, ആ വാല്യൂ നമുക്ക് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ആറിന്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആറിന്റെ വാല്യൂ എന്ന് പറയുന്ന ആർ ഈക്വൽ ടു പൈതഗോറസ് തിയറം അനുസരിച്ച് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും ആണ് നമുക്ക് ആർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർ സ്ക്വയർ എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും, ആർ സ്ക്വയർ.
അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്താൽ ബയോട്ട് സവാർട്ട് ലോ അനുസരിച്ച് നമുക്ക് ഡി ബിയുടെ വാല്യൂ എഴുതാമല്ലോ. ഡി ബി ഈസ് ഈക്വൽ ടു എത്രയാണ് ഡി ബി എന്ന് പറയുന്നത്? μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ അത് വെക്ടർ ഫോമിൽ നമ്മൾ എടുത്തിയാൽ μ0/4π I ഇൻറ്റു ഡി എൽ ക്രോസ് ആർ, ക്രോസ് പ്രോഡക്റ്റ് ആണ്, ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്നാണ് നമ്മൾ വെക്ടർ ഫോമിൽ അതിനെ എഴുതുന്നത്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഡി ബി ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നായി പോകും. കാരണം ന്യൂമറേറ്ററിലുള്ള ആറും ഡിനോമിനേറ്ററിലുള്ള ആറും തമ്മിൽ ക്യാൻസൽ ആയിരുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് തീറ്റ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡി എല്ലും ഈ വെക്ടർ, ഇത് നിങ്ങൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കണം. ഡി എല്ലും ഈ ഡി എൽ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണിത്. ഇതിനിടയിലുള്ള ആംഗിള് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഏത് തരത്തിൽ അറേഞ്ച് ചെയ്താലും പോയിന്റ് പി ആക്സിസിനോട് നേരെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഡി എൽ ക്രോസ് ആറിലെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും. അപ്പോൾ ഡി എൽ ക്രോസ് ആർ എത്രയാവും? ഡി എൽ ആർ സൈൻ തീറ്റ എന്ന് വരും. നമ്മളിപ്പോൾ കണ്ട പോലെ തീറ്റ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് അത് ഡി എൽ ഇൻറ്റു ആർ എന്നായിട്ട് മാറും. ഡി എൽ ക്രോസ് ആർ എന്നുള്ളത് ഡി എൽ ഇൻറ്റു ആർ എന്നായിട്ട് മാറും. തീറ്റ 90 എന്നാൽ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് സൈൻ തീറ്റ 1 ആകും. സൈൻ തീറ്റ 1 ആകുന്നതുകൊണ്ട് ഡി എൽ ക്രോസ് ആർ എന്നുള്ളതിനെ നമുക്ക് ഡി എൽ ആർ എന്ന് ആക്കി എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ആറും ആ വാല്യൂ ഈ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂമറേറ്ററിലെ ആറും ഡിനോമിനേറ്ററിലെ ആറും തമ്മിൽ ക്യാൻസൽ ആയി പോയിക്കൊണ്ട് ഇക്വേഷൻ ഡി ബി ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ അറ്റ് പോയിന്റ് പി ഈസ് ഡി ബി ഈക്വൽ ടു μ0/4π I ഇൻറ്റു ഡി എൽ ബൈ ആർ സ്ക്വയർ എന്നായിട്ട് മാറും. കാരണം ആർ ന്യൂമറേറ്ററിലുള്ള ആറും ഡിനോമിനേറ്ററിലുള്ള ആർ ക്യൂബും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് ഡി ബിയുടെ വാല്യൂ μ0/4π ഐഡിയൽ ബൈ ആർ സ്ക്വയർ എന്നായിട്ട് മാറും. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ആ പോയിന്റിൽ കിട്ടും. ഓക്കെ, അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് എടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആറിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ നമ്പർ 2ൽ. ആ ആറിന്റെ വാല്യൂ കൂടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ബിയുടെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഡി ബി ഈക്വൽ ടു μ0/4π ഐഡിയൽ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0/4π ഐഡിയൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് നമുക്ക് ഇക്വേഷൻ കിട്ടും. പക്ഷേ ഈ കിട്ടിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് കൊണ്ട് മാത്രമുള്ളതാണ്. അതായത് നമ്മൾ മുകളിൽ കണ്ട ഒരു എലമെന്റ് കൊണ്ട് മാത്രമുള്ളതാണ്. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു എലമെന്റ് ഉണ്ട്. മുകളിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡി ബി ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഫോം ചെയ്തതുപോലെ തന്നെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ എലമെന്റ് ഡി എൽ ഉണ്ട്. ആ ലൈൻ എലമെന്റിൽ നിന്നും ഇതേപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ പോയിന്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യല്ലേ, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡോട് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഡി ബി എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ അടുത്തതായിട്ട് റിസോൾവ് ചെയ്യാൻ പോകണം. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും റിസോൾവ് ചെയ്യണം. അങ്ങനെ റിസോൾവ് ചെയ്താൽ ഡി ബി എന്നുള്ള എലമെന്റിനെ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട്, അതിന്റെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് ഡി ബി എക്സും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് ഡി ബി വൈയും റിസോൾവ് ചെയ്താൽ നമുക്കറിയാം ഡി ബി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഡി ബി കോസ് തീറ്റയാണ് അല്ലെ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡി ബി കോസ് തീറ്റ വരും. വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് ഡി ബി സൈൻ തീറ്റ വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫെമിലിയർ ആണ് നിങ്ങൾ. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് ഡി ബി സൈൻ തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഡി ബി കോസ് തീറ്റയും ആണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതിന്റെ താഴ്ഭാഗത്തുള്ള ഡി എൽ എന്ന് പറയുന്ന ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ നിന്നും പിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് ആറ് തന്നെ, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്, ആറ് തന്നെ ഫോം ചെയ്യുകയും ആ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ തന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലല്ല, പകരം അതുമായിട്ട് ഒരു 90 ഡിഗ്രിയിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അതിനെ നമ്മൾ ഡി ബി ഡാഷ് എന്ന് വിളിക്കുന്നു. ആ ഡി ബി ഡാഷിന്റെയും മാഗ്നിറ്റ്യൂഡ് ഡി ബിയുടെ തന്നെയായിരിക്കും. ഡി ബിയും ഡി ബി ഡാഷിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം ഡി ബിയിലേക്ക് എടുത്ത എല്ലാ പ്രോപ്പർട്ടീസും ഡി ബി ഡാഷിനും കിട്ടും. കറണ്ട് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്,
അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിള് ഡയറക്ഷൻ മാത്രം മാറും, പക്ഷെ ആംഗിളുകൾ സെയിം ആണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി തന്നെ വരും. അതുകൊണ്ട് ഡി ബിയുടെയും ഡി ബി ഡാഷിന്റെയും വാല്യൂ μ0/4π ഐഡിയൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷെ ഈ ഡി ബി ഡാഷിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്താൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഡി ബി എക്സ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ഡി ബി സൈൻ തീറ്റ തന്നെയും വെർട്ടിക്കൽ കമ്പോണന്റ് ഡി ബി വൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി ബി വൈ ഡാഷ് എന്ന് പറയുന്ന കമ്പോണന്റ്, നമ്മൾ ഡി ബി ഡാഷ് നടന്നല്ലോ എടുത്തിരുന്നത്, ഡി ബി വൈ ഡാഷ് എന്ന് പറയുന്ന കമ്പോണന്റ് വെർട്ടിക്കലി ഡൗൺവേർഡും വരും. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ എടുത്ത ഡി ബിയും അതുപോലെ തന്നെ ഡി ബി ഡാഷിനെയും നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഡി ബി എക്സും ഡി ബി ഡാഷ് എക്സും ഒരേ ഡയറക്ഷനിലും, അതിന്റെ രണ്ടിന്റെ വാല്യൂസ് സെയിം ആണ്, അത് രണ്ടും ഒരേ ഡയറക്ഷനിലും, ഡി ബി വൈയും വെർട്ടിക്കൽ കമ്പോണൻസ് ഡി ബി വൈയും ഡി ബി ഡാഷ് വൈയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഡി ബിയും ഡി ബി ഡാഷും റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് 4 കമ്പോണൻസ് കിട്ടി. ആ 4 കമ്പോണന്റുകളിലെ 2 കമ്പോണന്റുകൾ ഒരേ ഡയറക്ഷനിലും അടുത്ത 2 കമ്പോണന്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. നാച്ചുറലി എന്താണ് ഇനി കിട്ടുന്നത്? നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ 2 എലമെന്റിൽ നിന്നുമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തിയിട്ടില്ല, ഈ 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റുകളിൽ നിന്നുമുള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആയി പോകും, ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്ന കമ്പോണന്റ്, അതായത് ഏതാണ്, ഡി ബി എക്സും ഡി ബി ഡാഷ് എക്സും മാത്രം ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ മാത്രം എക്സിസ്റ്റ് ചെയ്യുകയും വെർട്ടിക്കൽ കമ്പോണൻസ് എന്ത് ചെയ്യും? വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ഔട്ട് ആയി പോവുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് 7ഉം 8ഉം ആയിട്ടും ഇക്വേഷൻ നമ്പർ 10ഉം 11ഉം ആയിട്ടും റിസോൾട്ട് കമ്പോണൻസ് ഓഫ് ഡി ബി ആൻഡ് ഡി ബി ഡാഷ് ഈസ് ഗിവൺ. നോട്ട്ബുക്കിൽ അത് എഴുതി പഠിക്കണം. ഈ കമ്പോണന്റുകളിലെ നമുക്ക് സൈൻ കമ്പോണന്റുകൾ മാത്രം എക്സിസ്റ്റ് ചെയ്യും. കാരണം വെർട്ടിക്കൽ ആയിട്ട് വരുന്ന കമ്പോണന്റ് ഏതാണ്? കൊസൈൻ കമ്പോണന്റ് അല്ലേ? സോറി, ഞാൻ പറഞ്ഞു മാറിപ്പോയി. കൊസൈൻ കമ്പോണന്റുകളാണ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. വെർട്ടിക്കൽ ആയിട്ട് വരുന്ന സൈൻ കമ്പോണൻസ് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. ഓക്കെ, ആ സൈൻ കമ്പോണന്റുകൾ ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ മാത്രം എടുത്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വാല്യൂ കിട്ടും. കാരണം ഇവിടെ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന കമ്പോണന്റുകൾ എന്ന് പറയുന്നത് അതിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിലെ വെർട്ടിക്കൽ കമ്പോണന്റുകൾ ക്യാൻസൽ ഔട്ട് ആയി ഹൊറിസോണ്ടലുകൾ മാത്രം എടുത്താലും 2 എലമെന്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. നമുക്ക് എൻറ്റയർ കമ്പോണൻസ് വേണമെങ്കിൽ ഈ 2 എലമെന്റ് പോലെ നിങ്ങളിപ്പോൾ കണ്ട പോലെ എൻറ്റയർ സർക്കുലർ ലൂപ്പിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ടോട്ടൽ ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന പോലെയുള്ള എല്ലാ കമ്പോണന്റുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു തീറ്റ കമ്പോണന്റ് വരുന്നുണ്ട്. ആ തീറ്റ ഇവിടെ കാണുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം, ഇവിടെ മാർക്ക് ചെയ്ത ഈ ആംഗിൾ, അതായത് ഈ ആംഗിളും സിമെട്രിക്കലാണ്. അപ്പോൾ നമ്മൾ കൊസൈൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു നോൺ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കാൻ പറ്റും. ഈ സൈഡ് എ ആണ്, ഈ സൈഡ് എക്സ് ആണ്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 6 ആണ്. അങ്ങനെയുള്ള ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റുകളിൽ കൊസൈനിന്റെ ഫാക്ടർ വരുന്നുണ്ട്. ആ കൊസൈനിന്റെ ഫാക്ടർ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എടുക്കണം. ആ ആംഗിൾ ഇവിടെയുള്ള ഒരു ഓപ്പൺ ട്രയാംഗിൾ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഓപ്പൺ ഒരു സെക്ഷനിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസ്റ്റന്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് 6 ആണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കോസ് തീറ്റ എന്ന് പറയുന്നത് a/r ആണ്. ആറിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് ദിസ് a/r ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എടുക്കാം, സ്മോൾ എ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ഈ വാല്യൂസിനെ നമ്മൾ എടുത്താൽ, അല്ലെങ്കിൽ ഈ വാല്യൂ നമ്മൾ നേരത്തെ ഇക്വേഷനുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ബി എക്സ് എന്ന് പറയുന്നത്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ മാത്രം കൺസിഡർ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 7 അനുസരിച്ച് ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഒരു എലമെന്റിന്റെ
ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്, സോറി ഡി ബി എക്സ് ആണെന്ന് പറഞ്ഞു. വെർട്ടിക്കൽ കമ്പോണൻസ് എല്ലാ എലമെന്റുകളെയും നമ്മൾ 2 എലമെന്റ് എടുത്തപ്പോൾ തന്നെ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ആയിപ്പോയി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണൻസുകളെ അവോയ്ഡ് ചെയ്താൽ ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ എപ്പോഴും ഡി ബി എക്സ് ഫാക്ടറുകളായിരിക്കും, അല്ലെങ്കിൽ ഡി ബി കോസ് ഫാക്ടറുകളായിരിക്കും. അപ്പൊ ഈ ഡി ബി കോസ് തീറ്റയെ അല്ലെങ്കിൽ ഡി ബി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ഡി ബി എക്സ് എത്രയാണ്? ഡി ബി എക്സിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ആ ഡി ബി എക്സ് എന്ന് പറയുന്നത് μ0/4π ഐഡിയൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് ഫാക്ടർ എന്നാണ്. കോസ് ഫാക്ടർ എത്രയാണ്? സ്മോൾ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? സ്മോൾ എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഡി ബി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഇപ്പോൾ കാണാം, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ന്യൂമറേറ്ററിനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ എ ഡി എൽ എന്ന് വരും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം റൂട്ടിനെ അല്ലെങ്കിൽ എക്സ് റൂട്ട് ഓഫ് എക്സ് എന്നുള്ളതിന് നമുക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതുപോലെ ഡിനോമിനേറ്ററിലുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതിനെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ എത്രയാവും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സെക്കൻഡ് ടേമിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1/2 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1 + 1/2 എന്ന് വരും. മനസ്സിലായോ? ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1 + 1/2. 2 ഡിനോമിനേറ്ററുകൾ കൂടെ നമ്മൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഡി ബി എക്സിന്റെ വാല്യൂ വിൽ ഡിനോമിനേറ്റർ റൈസ് ടു 3/2 എന്ന് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, ഡി ബി എക്സ് ഈക്വൽ ടു μ0/4π ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഐ എ ഡി എൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 13 എന്നെടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഡി ബി എക്സ് കിട്ടി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് നെറ്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഈ ഡി ബി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് നെറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതിനു വേണ്ടിയിട്ട് ബി എന്ന് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെ എടുത്താൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി എക്സ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ μ0/4π ഐ എ ഡി എൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് എടുക്കാം. ഇനി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഏതിനെയാണ്? ഡി എല്ലിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം കോമൺ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേംസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തോട്ടെടുത്താൽ ഇന്റഗ്രൽ ഡി എൽ മാത്രം കണ്ടുപിടിക്കുക. ഇപ്പോൾ കാണുന്ന പോലെ ബി ഈക്വൽ ടു μ0/4π ഐ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2 ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ആയി. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൽ ആണ്, ടോട്ടൽ ലെങ്ത് ആണ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് അല്ലെ? ലൈൻ എലമെന്റിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. ആ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇത് നമുക്കറിയാം സർക്കുലർ കോയിലാണ്, സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. അപ്പോൾ അതിന്റെ സർക്കംഫറൻസ് ആണ് എടുക്കുന്നത്. എ റേഡിയസ് ഉള്ള ലൂപ്പിന്റെ സർക്കംഫറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 2πa ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രൽ ഡി എൽ എന്നുള്ളതിനെ എൽ എന്ന് എഴുതിയാൽ അത് 2πa വരും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0/4π ഐ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2 ഇൻറ്റു 2πa എന്ന് വരും. അപ്പോൾ വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2πയും 4πയും തമ്മിൽ ക്യാൻസൽ ആയാൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 I a സ്ക്വയർ, ന്യൂമറേറ്റർ 2a ഉള്ളതുകൊണ്ട് ഐ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2 എന്ന ഇക്വേഷൻ വരും. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 14 എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് അതിന്റെ സ്പെഷ്യൽ കാര്യങ്ങൾ കണ്ടീഷൻസ് എടുക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ പോയിന്റ് പി എന്നുള്ളത്, നേരത്തെ പോയിന്റ് പി വിച്ച് ഈസ് എ സർട്ടൻ ഡിസ്റ്റൻസ്, എക്സ് ഡിസ്റ്റൻസ് എവേ ഫ്രം ദ സെന്റർ ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാക്ട് സെന്ററിൽ ഇരിക്കുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് നോക്കാം. എക്സാക്ട് സെന്ററിൽ ഇരിക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആയി പോകും. നിങ്ങളിപ്പോൾ കണ്ടു, ഒ എന്നുള്ള പോയിന്റ് ഞാൻ ഇങ്ങനെ മാറ്റി, അല്ലെങ്കിൽ പി എന്നുള്ള പോയിന്റ് ഒയിലേക്ക് കൊണ്ടുവന്നു, സെന്ററിൽ കൊണ്ടുവന്നു. സെന്ററിൽ കൊണ്ടുവരുമ്പോൾ എക്സ് 0 ആകും. അതുകൊണ്ട് ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 I a സ്ക്വയർ ബൈ 2a³ എന്നാവും. അതിനെ നമ്മൾ μ0 I ബൈ 2a എന്നെഴുതാം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ സർക്കുലർ ലൂപ്പിന്റെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 14 ആണ് ജനറൽ എക്സ്പ്രഷൻ. സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സർക്കുലർ ലൂപ്പിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 I ബൈ 2a എന്നാവും, വിച്ച് ഈസ് ദ magnetic field at the center of the loop.
μ0I/2a എന്നുള്ളതാണ് സെന്റർ ഓഫ് ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡ്യൂ ടു ദ സർക്കുലർ കറന്റ് ലൂപ്പ് ഈസ് ദ മാക്സിമം അറ്റ് ഇറ്റ്സ് സെന്റർ എന്ന് നമുക്ക് എടുക്കാം. അതായത് ലൂപ്പിന്റെ സെന്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഡിനോമിനേറ്ററിന്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് അല്ലേ. ഡിനോമിനേറ്റർ എക്സിന്റെ വാല്യൂ 0 ആയി പോകുമ്പോൾ ഡിനോമിനേറ്ററിലെ ഫാക്ടർ ഏറ്റവും മിനിമം വരും. അങ്ങനെ ഏറ്റവും മിനിമം വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുള്ളതിന്റെ വാല്യൂ μ0I/2a എന്ന് വരും. അപ്പോൾ സെന്ററിലാണ്, ലൂപ്പിന്റെ സെന്ററിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മിനിമം വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മാക്സിമം വരുന്നത്. ഡിനോമിനേറ്റർ ഏറ്റവും മിനിമം ആവും, മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മാക്സിമം ആവുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന ലൂപ്പ് അല്ലെങ്കിൽ നമ്മൾക്കറിയാം നമ്മൾ ഒറ്റ റിങ് പോലെ ഇരുന്നൊരു പാർട്ടാണ് എടുത്തത്. അതിന് പകരം ഇപ്പൊ ഡയഗ്രത്തിൽ കാണുന്ന പോലെ കുറെ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിലാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കാം. അതായത് ഒരു ചുരുളാണ്, ഒരു സ്പ്രിങ് പോലെ ഒരു ടേൺ ചെയ്തിരിക്കുന്ന ഒരു കോയിൽ നമ്മൾ എടുക്കുമെന്ന് വിചാരിക്കാം. കുറെ ചുരുളുകളുള്ള n നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. n നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ എടുക്കുമ്പോൾ അതിലൂടെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് n ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു μ0NI/2a എന്നായിട്ട് മാറും. ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു μ0NI/2a എന്നായിട്ട് വരും. കാരണം മാഗ്നറ്റിക് ഫീൽഡ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിലിന് പ്രൊപ്പോർഷണൽ ആണ്. ഒരു കോൺസ്റ്റന്റ് കറണ്ടിലും കോൺസ്റ്റന്റ് റേഡിയസിനും നമ്പർ ഓഫ് ടേൺസിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആവും എപ്പോഴാണ്? നമ്പർ ഓഫ് ടേൺസും ഏരിയ നമ്മൾ റേഡിയസും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ റേഡിയസിന് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനും ബയോട്ട് സവാർട്ട് ലോയും നമ്മൾ പഠിച്ചു. അപ്പോൾ നല്ലപോലെ ടോപ്പിക്ക് പഠിക്കുക, സംശയമുള്ളത് ക്ലിയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിന് മുമ്പ് നല്ലപോലെ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഡെറിവേഷൻ നല്ലപോലെ എഴുതി നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഡെറിവേഷനിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് തരുന്നിരിക്കാൻ നോട്ട് നല്ലപോലെ റെഫർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.